ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ്. 25 ആദ്യത്തെ തമിഴ് ബിഗ്ഗി വിടാമുയർച്ചി, റൈറ്റ് ആൻഡ് ഡയറക്റ്റഡ് ബൈ മകിഴ് തിരുമേനി. അപ്പോൾ അജിത് കുമാർ, തൃഷ, അർജുൻ സർജ, അതുപോലെ റിജിന കസാൻഡ്ര, ആരവ് തുടങ്ങിയ ആളുകൾ വളരെ ചെറിയൊരു കാസ്റ്റാണ്. അപ്പോൾ ഇവരൊക്കെയാണ് മെയിൻ ലീഡായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഓം പ്രകാശാണ്. എഡിറ്റഡ് ബൈ NB ശ്രീകാന്ത്. അതുപോലെ മ്യൂസിക് സാക്ഷാൽ അനിരുദ്ധ് രവിചന്ദ്രൻ. സിനിമയിലോട്ട് വരുമ്പോൾ 1997 പുറത്തിറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ടാണ് വരുന്നത്. കഥയും ഭൂരിഭാഗം സെറ്റ് ചെയ്തേക്കുന്ന അസർബൈജാനിലാണ്. ഒരുപാട് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഭാഷയിൽ അസർബൈജാനി ഭാഷയിലാണ് വരുന്നത്. നമ്മൾ കണ്ട തിയേറ്ററിൽ സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു, തമിഴിലായിരുന്നു സബ് ടൈറ്റിൽ വന്നത്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഒരുമാതിരി കഥകളി കണ്ടിരിക്കുന്ന ഫീലായിരുന്നു. ഒന്നും അറിയാതെ കണ്ടിരിക്കുന്ന പോലെയായിരുന്നു. കുറേ ഡയലോഗ്സ് ഉണ്ട് അസർബൈജാനിൽ. അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ള തിയേറ്ററുകൾ തന്നെ, ഇപ്പോൾ ഏതാണെന്ന് അറിയാൻ വഴിയില്ല, ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ള തിയേറ്ററുകൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. വാട്ടെവർ സിനിമയിലോട്ട് വരുമ്പോൾ തൻ്റെ ഭാര്യയെ കുറച്ച് ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയും അത് കണ്ടെത്താൻ ശ്രമിക്കുന്ന നായകൻ്റെ കഥയാണ് സിനിമയിൽ പറയുന്നത്. സിമ്പിൾ പ്ലോട്ടാണ്. അപ്പോൾ അജിത് കുമാറാണ് കേന്ദ്രകഥാപാത്രമായിട്ട് വന്നേക്കുന്നത്. അതുപോലെ തൃഷ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് വന്നിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഈ കഥയും കഥാപരിസരവും കഥാപാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ 30 മിനിറ്റ്സ് അങ്ങനെയാണ് പോയേക്കുന്നത്. ഭയങ്കര സ്ലോ ആയിട്ട് ഭയങ്കര സ്ലോലി ബിൽഡപ്പ് ചെയ്തിട്ടാണ് അതിൽ വരുന്നത്. നായകന് പ്രത്യേകിച്ച് മാസ് ഇൻട്രോയോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ നല്ല കാതടുപ്പിക്കുന്ന BGM അങ്ങനത്തെ അകമ്പടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് 30 മിനിറ്റ്സും ഈ കഥ പറയാനുള്ള ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തെടുക്കുക തന്നെയാണ്. അതിനുശേഷമാണ് സിനിമ കഥയിലോട്ട് വരുന്നതും. അത്യാവശ്യം തിരക്കുള്ള ഇൻ്റർവൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ വല്ലാതെ പ്രതീക്ഷിച്ചിട്ടും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു കാറിൽ ഉള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് അത്യാവശ്യം നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ആ ഫൈറ്റ് സീൻ. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഹൈ മൊമെൻറ്റ്സോ കാര്യങ്ങളൊന്നും തരാതെ ഒരു ഫ്ലാറ്റായിട്ട് നോർമലായിട്ട് നമ്മൾ കണ്ടിരുന്നു പോവുകയാണ്. ഒരു റോഡ് ആക്ഷൻ ത്രില്ലർ എന്നൊരു കാറ്റഗറി വന്നിട്ട് പോലും ഒരു ത്രില്ലർ എലമെൻസോ കാര്യങ്ങളൊന്നും അധികം കിട്ടിയിട്ടൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ നമ്മൾ നന്നായിട്ട് പ്രതീക്ഷ അല്ലെങ്കിൽ നല്ല രീതിക്ക് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരുപാട് സീനുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്ലാറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അനിരുദ്ധ് ഇതിൽ 2 സോങ്സാണ് ഉള്ളത്. ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് 30 മിനിറ്റ്സിൽ വരുന്നൊരു സോങ്ങും പിന്നെ ക്ലൈമാക്സിൽ വരുന്നൊരു സോങ്ങാണ്. അതൊന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടാണ് പോകുന്നത്, ഫൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടാണ് പോകുന്നത്. ആ ഫൈറ്റും അത്യാവശ്യം തിരക്കേടിലായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് അതൊന്നും കിട്ടാതെ ഒരു പ്രഡിക്റ്റബിൾ ക്ലൈമാക്സും ഭയങ്കര ഡ്രാഗ് ചെയ്യിക്കുന്ന ഒരുപാട് സീനുകളും കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. പിന്നെ കാസ്റ്റിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അജിത് കുമാർ ആസ് യൂഷ്വൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം ഒട്ടുമിക്ക എല്ലാ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിൽ ഫൈറ്റും കാര്യങ്ങളും അത് ആ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് കമ്പോസിഷൻ ഈ സിനിമയിൽ അടിപൊളിയായിരുന്നു. പിന്നെ അർജുൻ വരുന്നുണ്ട്, അർജുൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കി കാസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡും ഓക്കെ ആയിരുന്നു. കഥ പറച്ചിലിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ പേരൊക്കെ മടുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമ തന്നെയാണ് ടോട്ടലി എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം റോഡ് ആക്ഷൻ മൂവീസ്, ഇത്തരത്തിലുള്ള സ്ലോ മൂഡിൽ പോകുന്ന ആക്ഷൻ മൂവീസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് വിടാമുയർച്ചി. എനിവേ, ബൈ.